നമസ്കാരം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടും മുതിർന്ന നേതാക്കളെയൊക്കെ കാലപുരിക്ക് അയച്ചുകൊണ്ടും ഇസ്രയേൽ നടത്തിയ നീക്കം മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ വക്കിലേക്ക് ലോകത്തെ കൊണ്ടെത്തിച്ചിരുന്നു. ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തലാകാനുള്ള തീരുമാനങ്ങളിലേക്ക് കടക്കുകയാണെങ്കിലും യുദ്ധഭീതി പൂർണ്ണമായും ഒഴിഞ്ഞുപോയിട്ടില്ല. ഇറാന്റെ സൈനിക നേതൃത്വത്തിലെ ഉന്നതരെ ഒറ്റയടിക്ക് തട്ടിക്കളഞ്ഞ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ രീതികൾ വലിയ തോതിൽ ചർച്ചയാവുന്ന സമയമാണിത്. അപ്പോഴാണ് ഇറാന്റെ ആണവശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൊഹ്സെൻ ഫക്രിസാദയെ വധിച്ചതിന്റെ ചില രഹസ്യങ്ങൾ പുറലോകം അറിയുന്നത്. കനത്ത സുരക്ഷയിൽ ജീവിച്ചിരുന്ന ഫക്രിസാദ എന്ന 59-കാരനെ 2020 നവംബർ 27-നാണ് മൊസാദ് കൊലപ്പെടുത്തിയത്. ഭാര്യയ്ക്കും 12 അംഗരക്ഷകർക്കും ഒപ്പം സഞ്ചരിച്ചിരുന്ന ഫക്രിസാദയെ പട്ടാപ്പകൽ വെടിവെച്ചിരുമ്പോൾ അടുത്തിരുന്ന ഒരാൾക്കും ഒരു പോറൽ പോലും ഏറ്റില്ല. ഇത്രയും ക്ലിനിക്കൽ പ്രിസിഷനിൽ എങ്ങനെയാണ് മൊസാദിന് കൊല നടത്താൻ കഴിഞ്ഞു എന്നതിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ് പ്രശസ്ത ഇസ്രായേൽ മാധ്യമമായ ജെറുസലേം പോസ്റ്റ് പുറത്തുവിടുന്നത്. ശരിക്കും ഹോളിവുഡ് സിനിമകളെയും സയൻസ് ഫിക്ഷൻ സിനിമയും വെല്ലുന്ന രീതിയിലായിരുന്നു മൊസാദ് ഫക്രിസാദയുടെ കൊല നടത്തിയത്. റിമോട്ട് കൺട്രോൾഡ് സാറ്റലൈറ്റ് ലിങ്ക്ഡ് മെഷീൻ ഗൺ ഉപയോഗിച്ച് നടത്തിയ ഫയറിംഗ് ആയിരുന്നു അത്. ഇസ്രായേൽ രഹസ്യാന്വേഷണ വൃത്തങ്ങൾ പിന്നീട് ജെറുസലേം പോസ്റ്റിനോട് ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചു. ഇറാനിലേക്ക് കടത്തിയ 1 ടൺ ഭാരമുള്ള അത്യാധുനിക തോക്ക് ഉപയോഗിച്ചാണ് ഫക്രിസാദയെ കൊലപ്പെടുത്തിയത്. ഈ തോക്കും സ്ഫോടക വസ്തുക്കളും ഇറാനിലേക്ക് കഷ്ണങ്ങളായിട്ടാണ് മൊസാദ് കടത്തിയത്. 8 മാസത്തിനിടെ 20 പേരടങ്ങുന്ന ഒരു സംഘം ഇറാനിൽ രഹസ്യമായി ശേഖരിച്ച ഫക്രിസാദയുടെ ഓരോ നീക്കവും നിരീക്ഷിച്ചതുമായിരുന്നു. ഇറാനിൽ അതിശക്തമായ മൊസാദിന്റെ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. മൊസാദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇറാനിയൻ ഏജന്റുമാർ ഒരു നീല നിസാൻ പിക്കപ്പ് ട്രക്ക് തന്ത്രപരമായി റോഡിൽ പാർക്ക് ചെയ്തിരുന്നു. ട്രക്കിൽ ഒളിപ്പിച്ചിരുന്നത് 7.62 മില്ലിമീറ്റർ US നിർമ്മിത M240 മെഷീൻ ഗൺ ആയിരുന്നു. ആയിരക്കണക്കിന് മൈലുകൾ അകലെയായിരുന്നു ഇതിന്റെ ഓപ്പറേഷൻ. ആക്രമണത്തിന് ശേഷം പ്രധാന റോഡിൽ മറ്റൊരു കാർ തകർന്നു കിടന്നിരുന്നു. അതിൽ ഫക്രിസാദയുടെ ഐഡന്റിറ്റി സ്ഥിരീകരിക്കുന്നതിനായി കൊലപാതക സ്ഥലത്തിന് 3/4 മൈൽ മുമ്പ് ക്യാമറകൾ ഘടിപ്പിച്ചിരുന്നു. ഈ ക്യാമറയിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ചാണ് ഫയറിംഗ് ഉണ്ടായത്. ടെഹ്റാനിൽ നിന്ന് ഏകദേശം 40 മൈൽ കിഴക്ക് കറുത്ത നിസാൻ ടീന സെഡാനിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഫക്രിസാദയ്ക്ക് വെടിയേറ്റത്. കാറിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു വീണ ഫക്രിസാദ അവിടെ നിന്ന് എണീറ്റ് വരുമ്പോഴാണ് വീണ്ടും വെടിയേറ്റത്. ഈ സെക്കൻഡറി ഗൺ ഒളിപ്പിച്ചു വെച്ചതാണ് ഫക്രിസാദയുടെ മരണത്തിൽ നിർണായകമായതെന്നാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. പട്ടാപ്പകൽ 3 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആക്രമണത്തിലാണ് ഇറാന്റെ ന്യൂക്ലിയർ ബുദ്ധി കേന്ദ്രത്തെ മൊസാദ് വധിച്ചത്. 1 മിനിറ്റ് 1000-ഓളം വെടിയുണ്ടകൾ വർഷിക്കാൻ ശേഷിയുള്ള ആയുധമാണിത്. നിരവധി ക്യാമറകളുള്ള അത്യാധുനിക ആയുധമാണിത്. കൃത്രിമ ബുദ്ധിയുടെ സഹായം തേടിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് സമീപത്തുണ്ടായ ഭാര്യയ്ക്ക് പോറലേൽക്കാതിരുന്നത്. ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഫക്രിസാദെ കൃത്യമായി മാപ്പിംഗ് ചെയ്യുകയായിരുന്നു. ഇതനുസരിച്ചാണ് റോബോട്ടിക് ഗൺ പ്രവർത്തിച്ചത്. ഫക്രിസാദയ്ക്ക് നേരെ 15ഓളം റൗണ്ട് വെടിവെച്ചാണ് കൊലപാതകം നടപ്പിലാക്കിയത്. നേരത്തെ പലതവണ നോക്കിയിട്ടും മൊസാദിന് നടക്കാതെ പോയതാണ് ഈ കൊലപാതകം. 2016 മുതൽ 2021 ജൂൺ വരെ യോസി കോഹൻ മൊസാദിന്റെ ഡയറക്ടർ ആയിരുന്നപ്പോഴാണ് പദ്ധതി ഫലം കണ്ടത്. മുൻ മൊസാദ് തലവനായ മേയർ ദഗ്നന്റെ ടീം 2009 ഫക്രിസാദയെ വധിക്കാൻ വലിയ ശ്രമം നടത്തിയിരുന്നു. അന്ന് ഈ പ്രൊജക്ടിന് വേണ്ടി വരുന്ന ചെലവുകളും നേട്ടങ്ങളെയും കുറിച്ചുള്ള തർക്കങ്ങളുമാണ് ദഗ്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന് തടഞ്ഞതെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. 2020 ഫക്രിസാദ വധിക്കപ്പെടുമ്പോഴേക്കും ടെഹ്റാനിൽ ആയിരക്കണക്കിന് പ്രവർത്തിക്കുന്ന പഴയ തലമുറ സെൻട്രിഫ്യൂജുകളും 100 കണക്കിന് നൂതന സെൻട്രിഫ്യൂജുകളും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അന്ന് 60% യുറേനിയം സമ്പുഷ്ടീകരണവും നടന്നിരുന്നു. പകരക്കാരനാകാൻ കഴിയുന്ന വലിയൊരു കൂട്ടം ശാസ്ത്രജ്ഞരും ഉണ്ടായിരുന്നു. ഫക്രിസാദ നേരത്തെ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷനായിരുന്നെങ്കിൽ ഇത്രയും ഗുരുതരമായ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുമായിരുന്നു എന്നതിൽ സംശയമില്ലെന്ന് മുൻ മൊസാദ് ഡയറക്ടർ തമീർ പർഡോ ജെറുസലേം പോസ്റ്റിനോട് പറഞ്ഞു. എങ്കിലും ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുമായി അടുത്ത ബന്ധമുള്ള ആണവരംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഫക്രിസാദയെ തീർക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമായിട്ടാണ് കരുതപ്പെടുന്നത്. 1990കളുടെ അവസാനത്തിൽ തന്നെ ഇറാൻ ആണവശക്തിയിലേക്ക് ഉയർന്നിരുന്നു. അന്ന് ഇസ്രായേൽ നടത്തിയ ഇടപെടലാണ് പദ്ധതി വൈകിപ്പിച്ചത്. പക്ഷേ ഇപ്പോഴും കാര്യങ്ങൾ സുരക്ഷിതമായി പറയാൻ കഴിയില്ല എന്നാണ് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. നിരവധി 2ാം നിര ശാസ്ത്രജ്ഞന്മാർ ഇറാനുണ്ട് എന്നത് തന്നെയാണ് ഈ സംശയത്തിന് കാരണം.